ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800120. ആ ഇനി കഥകൾ ഇത് കുടിച്ചുകൊണ്ട് പറ. ലോപ്പസേ, ഓ അപ്പൊ ഈ ഇരിക്കുന്നവനാണ് മഹാലക്ഷ്മിയും കണ്ണസാറിനെ തമ്മിൽ അകറ്റാൻ നോക്കിയത്. ആണോടാ? അവർക്കിടയിലേക്ക് ഇവനെ പറഞ്ഞു വിട്ടത് അവനാ, ആ മേഘനാഥൻ. ഇവനെ എനിക്ക് നേരത്തെ അറിയാലോ. ഇവനെ പെൺകുട്ടികളെ വളച്ചെടുക്കാൻ വലിയ കഴിവാ അല്ലടാ? എടാ, എല്ലാ പെൺകുട്ടികളെയും അതേപോലെ വരുതിയിലാക്കാൻ പറ്റില്ല. ഞാൻ പൈസയ്ക്ക് വേണ്ടിയാട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. നീ എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, മാർക്കൊന്ന് വിളിച്ചാൽ മതി. ഇനി നിനക്ക് ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുമോ? നിന്റെ ഈ തരികിട പരിപാടികളൊക്കെ കളഞ്ഞിട്ട്. ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചു. ഇവനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ലേ മാർക്കോ? ഇവന്റെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാ. എടാ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നവരാ മഹാലക്ഷ്മിയും കണ്ണസാറും. മേഘനാഥനാണ് നിന്നെ അവരുടെ ഫിനാൻഷ്യസിലേക്ക് കടത്തിവിടുന്നതെങ്കിലും അവിടെ ചെന്നതിന് ശേഷം നീ ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്തിരുന്നെങ്കിൽ അവര് നിന്നെ കൈവെള്ളയിൽ വെച്ച് നോക്കിയേനെ. അതെനിക്ക് പിന്നീട് മനസ്സിലായി. മഹാലക്ഷ്മിയുമായിട്ട് കുറച്ച് ദിവസങ്ങൾ ഒന്നിച്ച് സഞ്ചരിച്ച ശേഷം എന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി മാർക്കോ. അങ്ങനെ മാറ്റം ഉണ്ടായെങ്കിൽ നല്ലത്. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ കോടതിയിൽ നിന്ന് അവനെ ഫോളോ ചെയ്ത് വന്നത് റോഡിലിട്ട് ഇടിച്ച് അവന്റെ നെഞ്ചും കൂട് വാട്ടാനാ. ആ സമയത്താ അവൻ നിന്നെ തല്ലെന്നത് ഞാൻ കണ്ടത്. പിന്നെ നീയായിട്ട് സംസാരിച്ചിട്ടാവാൻ ബാക്കിയെന്ന് കരുതി. ഈ മേഘനാഥനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? എന്റെ മാർക്കോ, അവനെ പോലൊരു ചതിയനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഈ മഹാലക്ഷ്മിയെ കണ്ണൻ സാറ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവൻ മഹാലക്ഷ്മിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതിന് മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കർണത്തെ അടിയും കിട്ടിയിട്ടുണ്ട് അവന്. അതല്ലാതെ അവന് വേറെ പെൺകുട്ടികളുമായിട്ട് ബന്ധം വല്ലതും ഉണ്ടോ? അതെ, അതൊക്കെ നിനക്കറിയായിരിക്കുമല്ലോ. ഉണ്ടോന്നോ? അവന് ആ വകയിൽ ഒരു കുഞ്ഞുള്ളതായിട്ടും എനിക്കറിയാം. ആഹാ, അവര് ഈ നാട്ടിൽ തന്നെ ഉണ്ടോ? ആ, ഇവിടെ തന്നെയുണ്ട്. മാനസ എന്ന ആ പെൺകുട്ടിയുടെ പേര്. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞായിരുന്നു തുടക്കം. അതിലൊരു കുട്ടിയുണ്ട്, അപ്പു എന്നാ പേര്. ഈ പറയുന്ന മാനസയുടെ വീട് നിനക്കറിയോ? പിന്നെ എനിക്കറിയാം. എങ്കിൽ നമുക്ക് ആ റൂട്ടൊന്ന് മാറ്റണമല്ലോ ലോപ്പസേ. കണ്ണസാറിന്റെ പെങ്ങള് ഈ മേഘനാഥനെ കല്യാണം കഴിക്കുന്നതിൽ കണ്ണസാറിന് ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ടും കണ്ണസാറിനെയും മഹാലക്ഷ്മിയെയും ധിക്കരിച്ചിട്ടാണ് അവള് മേഘന്റെ ജീവിതത്തിലേക്ക് പോയത്. അപ്പോ അവൾക്കും അവനും ചെറിയ ശിക്ഷ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതിന് നീ ഞങ്ങളെ സഹായിക്കണം. എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എനിക്കൊരു അപകടം ഉണ്ടായാൽ എൻ്റെ കൂടെ നിൽക്കണം. എടാ, ഞങ്ങളെ വിശ്വസിച്ച് ഒരാൾ ഞങ്ങൾക്കൊപ്പം നിന്നാ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് നിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് നുള്ളിയിടാൻ മറ്റൊരാൾക്ക് പറ്റൂ. ഈ മേഘനാഥൻ എന്ന് പറയുന്നവൻ ഹൃദയമില്ലാത്തവനാ. അതുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ ക്ഷതം തട്ടുന്നതിൽ കുഴപ്പമില്ല. എന്താ ലോപ്പസേ? ഉറപ്പായിട്ടും അത് വേണം. അവൻ കിടന്ന് നട്ടം തിരിയണം. എന്നാ കുറിച്ചിട്ടോ, ഇന്നു മുതൽ അവൻ നട്ടം തിരിയാൻ പോവുക. അവന് സ്വസ്ഥതയില്ലാതെ വാലില് തീ പിടിച്ച് ഓടണം. അങ്ങനെ ഓടിക്കാൻ പോകുന്നത് ഞാനോ ലോപ്പസോ ഒന്നുമല്ല, നീയാ സാഗറേ, നീ. യുവർ ഓണർ, റിമ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും ദേവരാജനും സതീഷും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണ് പറയുന്നത്. എന്നാൽ റിമയുടെ വീടായ തടത്തിൽ വീട്ടിൽ നിന്നും മയക്കുമരുന്നുമായി റിമയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടിക്കൊപ്പം 5 ചെറുപ്പക്കാർ കൂടി ഉണ്ടായിരുന്നു. ഹലോ,
എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ കോടതിയിലെ കണ്ണേട്ടന്റെ പെർഫോമൻസിനെ പറ്റി ആലോചിക്കായിരുന്നു. ഈ നാട്ടിലുള്ള മറ്റേത് വക്കീലിനെ വെച്ചാലും മേഘൻ അവരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊഴിവാക്കണമെന്ന് തോന്നിയതുകൊണ്ടാ ഞാനും അനന്തവും ഇന്നലെ രാത്രി പകലാക്കിയത്. എടാ, ഞാൻ ജർമ്മനിയിലെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കാം. എന്നിട്ട് ഇവിടെ ഒരു വക്കീൽ ഓഫീസ് ഇട്ടാ നമുക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നീയും ഞാനും ഒക്കെ ചെയ്തതേ അത്രയ്ക്ക് തലപോയിക്കുന്ന പണിയല്ല.